ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിനകത്ത് CPO സിലബസിലും LD സിലബസിലും LP UPക്കും കോമൺ ആയിട്ട് വരുന്ന അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ യൂണിറ്റുകളും അളവുകളും എന്ന് പറയുന്ന പോർഷനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മെഷർമെന്റ്സും അല്ലെങ്കിൽ യൂണിറ്റുകൾ അളവുകൾ എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അരി അളക്കുന്നത് വരെ ഈ പറയുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അളവിന്റെ ബേസിലാണ് നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിൽ അളവ് അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നാഴി എന്നൊക്കെ പറയുന്ന ഉപകരണം. ഇപ്പോൾ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഈ നാഴികൾ കൂടിച്ചേർന്നാണ് ഇടങ്ങഴികളാകുന്നത്. ഇങ്ങനെയുള്ള ഇടങ്ങഴികൾ കൂടിച്ചേർന്നാണ് പറകൾ ഉണ്ടാകുന്നത്. പറകൾ ചേർന്നാണ് ചാക്കാകുന്നത്. ഇങ്ങനെയുള്ള ചാക്കുകൾ കൂടിച്ചേർന്ന് 10 ചാക്കുകൾ കൂടി ചേരുമ്പോൾ ഒരു കാളവണ്ടിയാകും. ഇതൊക്കെയാണ് പഴയ കണക്കെന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരു പറ എന്ന് പറയുന്നതിനകത്ത് എത്ര കിലോ ആണ് കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ 8 കിലോ ആണ് ഒരു പറ എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാഴിക്കകത്ത് 200 to 250 ഗ്രാംസിന് ഇടയിലുള്ള അരിയായിരിക്കും കൊള്ളുന്നത്. എന്നാൽ ഒരു പറയിൽ എത്ര കിലോ അരിയാണ് കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ 8 കിലോ അരിയാണ് ഒരു പറ നെല്ലിനകത്ത്, ഒരു പറ നെല്ല് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയും. സോ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതുപോലെ നമ്മൾ സ്കൂൾ ലൈഫ് മുതൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പെൻസിൽ ബോക്സിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയില് നമ്മൾ കൊണ്ടു നടക്കാറ്. ഈ 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ എടുത്ത് നോക്കിയാൽ ആ സ്കെയിലിന്റെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സെന്റിമീറ്റർ സ്കെയിലാണ്. എന്നാൽ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഞ്ച് സ്കെയിലാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് യൂണിറ്റുകളും അളവുകളും എന്ന് പറയുന്ന. പൊതുവെ നമ്മൾ യൂണിറ്റുകളും അളവുകളെയും രണ്ടായിട്ടാണ് തരംതിരിക്കാറുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയും. മറ്റൊന്ന് ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വിൽപ്പന അളവുകൾ എന്ന് പറയും. ഇങ്ങനെ യൂണിറ്റുകളും അളവുകളെയും പൊതുവെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനും മറ്റൊന്ന് വിൽപ്പന അളവുകൾ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനുമാണ് നമുക്കുള്ളത്. ഈ രണ്ട് യൂണിറ്റ് വ്യവസ്ഥകളും കൂടെ, അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം രൂപം കൊള്ളുന്നത്. സോ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, സ്വതന്ത്രമായി നിലനിൽക്കുന്ന ചില യൂണിറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു വസ്തുവിന്റെ ഭാരം പറയാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് കിലോഗ്രാമിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വസ്തുവിന്റെ നീളം പറയണമെങ്കിൽ നമുക്ക് മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് മാത്രം മതി. സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം പറയാൻ പറ്റും. അതായത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ചില യൂണിറ്റുകളുണ്ട്. ഇവയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നത്. സ്വതന്ത്രമായി നിലനിൽക്കുകയും മറ്റുള്ളവയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാതെ നിൽക്കുന്ന യൂണിറ്റുകളെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വിൽപ്പന അളവുകൾ എന്ന് ചോദിച്ചാൽ, ചില യൂണിറ്റുകൾ മറ്റു ചില അടിസ്ഥാന യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കും. ഇപ്പോൾ ഞാൻ കടന്നു വന്ന വേഗത പറയണം, അല്ലെങ്കിൽ ഞാൻ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്താൽ എന്റെ വേഗത എനിക്ക് പറയണം. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് മീറ്റർ പെർ സെക്കൻഡോ അല്ലെങ്കിൽ ആക്സലറേഷൻ പറയാനാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറോ ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഡെൻസിറ്റി പറയാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് പറയാനാണെങ്കിലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മറ്റു പല ക്വാണ്ടിറ്റീസ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും, അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള വ്യവസ്ഥയാണ് പൊതുവെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വിൽപ്പന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. സ്വതന്ത്രമായി നിലനിൽക്കാതെ മറ്റു യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ പൊതുവെ വിൽപ്പന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ ഞാൻ നിങ്ങളോട് നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് പറ എന്ന് പറയുന്നത്. പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു അളവ് പോലായിരുന്നു പറ എന്ന് പറയുന്നത്. എന്നാൽ ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്ത അളവുകോലുകളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ് CGS സിസ്റ്റം. അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന വ്യവസ്ഥകളാണ് MKS, FPS. നമുക്കിതിൽ സുതാര്യമായി നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള കാര്യമാണ് CGSഉം MKSഉം ഒക്കെ. FPS അധികം നമ്മൾ അങ്ങനെ കേൾക്കാത്ത യൂണിറ്റാണ്. CGS എന്ന് വെച്ചാൽ ലെന്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെന്റിമീറ്റർ ഉപയോഗിക്കും, മാസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാം ഉപയോഗിക്കും, ടൈം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ഉപയോഗിക്കും. MKS ആണെങ്കിലോ മീറ്റർ ഉപയോഗിക്കും, കിലോഗ്രാം ഉപയോഗിക്കും, സെക്കൻഡ് ഉപയോഗിക്കും. അതേപോലെ FPS സിസ്റ്റത്തിനാണെങ്കിൽ നീളം മെഷർ ചെയ്യാൻ ഫൂട്ട് ഉപയോഗിക്കും, മാസ് മെഷർ ചെയ്യാൻ പൗണ്ട് ഉപയോഗിക്കും, ടൈം മെഷർ ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
സോ ഇതൊക്കെയാണ് പഴയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന യൂണിറ്റ് വ്യവസ്ഥകൾ. പക്ഷെ ആൾറെഡി നമുക്കറിയാം ഈ യൂണിറ്റ് വ്യവസ്ഥകൾ ഓരോ സ്ഥലത്തും ഓരോന്നാണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടാകാം. സോ ഇങ്ങനെയുള്ള എററുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ MK സിസ്റ്റത്തെ നമ്മൾ എടുത്തിട്ട് 1960 ആയപ്പോൾ അതിനെ മോഡിഫൈ ചെയ്തു. അങ്ങനെ മോഡിഫൈ ചെയ്ത് നമ്മൾ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റമാണ് SI സിസ്റ്റം. സോ നമ്മൾ 1960 MK സിസ്റ്റത്തെ മോഡിഫൈ ചെയ്താണ് നമ്മൾ പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ആ സിസ്റ്റമാണ് ഈ പറയുന്ന SI സിസ്റ്റം, അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് ഇതറിയപ്പെടുന്നു. സോ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് അറിയപ്പെടുന്നതാണ് എന്ത്? SI സിസ്റ്റം. 1960 ഡെവലപ്പ് ചെയ്തത്. MK സിസ്റ്റത്തെ മോഡിഫൈ ചെയ്താണ് ഈ ഒരു വ്യവസ്ഥ നമ്മൾ കൊണ്ടുവന്നത്. ഇതിനകത്ത് ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് അളവുകളാണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. രണ്ടാമത്തെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പൂരക അളവുകൾ എന്ന് പറയും, അല്ലെങ്കിൽ പൂരക യൂണിറ്റുകൾ എന്ന് നമ്മൾ പറയും. സപ്ലിമെന്ററി യൂണിറ്റ്സ് അല്ലെങ്കിൽ പൂരക യൂണിറ്റുകൾ. രണ്ട് ടൈപ്പ് ഓഫ് പൂരക യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ഒരു പൂരക യൂണിറ്റ് എന്ന് പറയുന്നതാണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ. രണ്ടാമത്തതാണ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ അതിനെ മലയാളത്തിൽ പ്രതല കോണെന്ന് പറയും. പ്രതല കോണെന്ന് പറയും. സോളിഡ് ആംഗിളിനെ മലയാളത്തിൽ നമ്മൾ ഘന കോണെന്ന് പറയും. ഈ പ്ലെയിൻ ആംഗിളും ഘനകോണുമാണ് രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് റേഡിയൻസ് ആണ്. എന്നാൽ സോളിഡ് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെറിഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ സിമ്പല് RAD, സ്മോൾ ലെറ്റർ RADയും സ്റ്റെറിഡിയൻ ആണെങ്കിൽ SR ആണ്. സോ ഇതാണ് രണ്ട് പൂരക യൂണിറ്റുകൾ അല്ലെങ്കിൽ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റുകൾ. 7 അടിസ്ഥാന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നീളം മെഷർ ചെയ്യാൻ മീറ്റർ, മാസ് ആണെങ്കിൽ കിലോഗ്രാം, ടൈം ആണെങ്കിൽ സെക്കൻഡ്, വൈദ്യുത പ്രവാഹമാണെങ്കിൽ ആംബിയർ, താപനിലയാണെങ്കിൽ ടെമ്പറേച്ചർ, അതിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, പദാർത്ഥത്തിന്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് MOLE, മോൾ ആണ്. അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് MOL ആണ്. അതിന്റെ സിമ്പല്, അതിന്റെ യൂണിറ്റ് MOLE ആണ്. പിന്നെ ഏഴാമത്തെ യൂണിറ്റ് ആണ് പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചാൽ കാൻഡലയാണ്. അതിന്റെ സിമ്പല് സ്മോൾ ലെറ്റർ CD ആണ്. സ്മോൾ ലെറ്റർ CD ആണ്. സോ ഇതാണ് 7 അടിസ്ഥാന യൂണിറ്റുകളും രണ്ട് പൂരക യൂണിറ്റുകളും. സോ ഇങ്ങനെയാണ് നമ്മൾ 1960 ലോകമെമ്പാടും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ യൂണിറ്റ് വ്യവസ്ഥ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വ്യവസ്ഥയാണ് SI സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമുക്ക് പൊതുവെ യൂണിറ്റുകളെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് സ്കെലാറും മറ്റൊന്ന് വെക്ടറും എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരാണ് അതിശ അളവുകളും അതുപോലെ തന്നെ സദിശ അളവുകളും. അതിശ അളവുകളും സദിശ അളവുകളും. അതിശ അളവ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള അളവുകളാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പരിമാണം മാത്രമുള്ള അളവുകൾ എന്ന് പറയാം. അതേസമയം സദിശ അളവ് അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനും ഉണ്ടാകും. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാം പരിമാണവും ദിശയുമുള്ള അളവുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സദിശ അളവുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ പരിമാണം മാത്രമുള്ള അളവുകളെ നമ്മൾ അതിശ അളവ് അല്ലെങ്കിൽ സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു. നമുക്ക് ബേസിക്കലി PSCയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പൊതുവെ PSC ചോദിക്കാറുള്ളത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിക്കാറുള്ളത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് സ്കെലാർ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അതിശ അളവുകൾ എടുത്താൽ അതിശ അളവുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, എനർജി, ഡെൻസിറ്റി, പവർ, വർക്ക്, ലെന്ത്, ഏരിയ, വോളിയം, ടൈം, ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് അതിശ അളവുകൾ അല്ലെങ്കിൽ സ്കെലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പരിമാണം മാത്രമുള്ളവ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളവ. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സദിശ അളവുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ, സദിശ അളവുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് പരിമാണവും ഉണ്ടാകും ദിശയും ഉണ്ടാകുന്നവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, വെയിറ്റ്, ആക്സിലറേഷൻ,
ഫോഴ്സ്, ഇമ്പൾസ്, പ്രഷർ, മൊമെന്റം, ഗ്രാവിറ്റി, ഡ്രാഗ് ഇതൊക്കെ എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അതായത് പരിമാണവും ദിശയുമുള്ള അളവുകളാണ്. സോ ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ അളവുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് അതിശ അളവും മറ്റൊന്ന് സദിശ അളവും. PSC സ്ഥിരം ചോദിക്കുന്നത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിക്കാറുള്ളത്. മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്നൊക്കെ പറയും. ഇതൊക്കെ PSCയുടെ ഇഷ്ട ചോദ്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് മാസും എന്താണ് വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. സോ എന്താണ് ബേസിക്കലി മാസ് എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് മാസ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ബോക്സ് ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു വസ്തുവാണെന്ന് വെച്ചോ. ഈ വസ്തുവിനകത്ത് കുറെ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ കണികകൾ ചേർന്നാണ് ഈ ഒരു വസ്തു ഉണ്ടായിരിക്കുന്നതെന്ന് വിചാരിച്ചു. ഇതിന്റെ ടോട്ടൽ നമ്പർ എടുത്താൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് എന്ന് വിളിക്കുന്നത്. ഈ വസ്തുവിന്റെ മാസ് ഞാൻ ഭൂമിക്ക് അടിയിൽ കൊണ്ടുവച്ചാലോ, ആകാശത്ത് കൊണ്ടുവച്ചാലോ, ബഹിരാകാശത്ത് കൊണ്ടുവച്ചാലോ, എവിടെ കൊണ്ടുവച്ചാലും ഈ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു നമ്പർ ഓഫ് മാറ്റർ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന അളവ് അല്ലെങ്കിൽ ഇതിന്റെ എണ്ണം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഇതെപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ മാസ് എപ്പോഴും ഒരു സ്ഥിര സംഖ്യയായിരിക്കും. അതൊരിക്കലും എന്താകത്തില്ല? ഒരിക്കലും അത് സീറോ ആകത്തില്ല. ഒരിക്കലും അത് എന്താകത്തില്ല? സീറോ ആകത്തില്ല. മാസിന്റെ യൂണിറ്റ് ചോദിച്ചാൽ മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ്. മാസിനൊരു ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഫോം ചെയ്യാം. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, F is equal to ma. അപ്പൊ ഇതിന് നമുക്ക് M is equal to F by A എന്ന് എഴുതാം. സോ മാസ് ഓഫ് എ മൂവിംഗ് ബോഡി എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? M is equal to F by A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വഴി നമുക്ക് മാസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതാണ് കോമൺ ബാലൻസ് അല്ലെങ്കിൽ ഓർഡിനറി ബാലൻസ് അല്ലെങ്കിൽ സാധാരണ ത്രാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യാറുള്ളത്? മാസ് മെഷർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മെഷർ ചെയ്യുന്നത്. എങ്കിൽ ഈ പറയുന്ന വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പൊതുവെ നേരത്തെ സ്കെലാറും വെക്ടറും പറഞ്ഞു. ഈ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. അതെനിക്ക് എങ്ങനെ വേണോ മെഷർ ചെയ്യാം, എങ്ങനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും എനിക്ക് മെഷർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനത്തിന് എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. ഡയറക്ഷന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇതൊരു അതിശ അളവാണ്, അല്ലെങ്കിൽ ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ച് ആകർഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. വെയിറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ ഇവിടെ ഒരു വസ്തു ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോ, അതായത് നമ്മുടെ പോൾസിൽ അല്ലെങ്കിൽ ധ്രുവ മേഖലയിൽ ഒരു വസ്തു ഇരിപ്പുണ്ട്. മറ്റൊരു വസ്തു നമ്മുടെ ഭൂമധ്യരേഖയിലും ഇരിപ്പുണ്ട്. ഇവിടെ ഈ ധ്രുവ പ്രദേശത്തിൽ ഇരിക്കുന്ന വസ്തുവിനായിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത് മാക്സിമം. എന്നാൽ ഈ ഒരു ഇക്വേറ്ററിലുള്ള വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. സോ മാക്സിമം വെയിറ്റ് എവിടെയാണ് വരുന്നത്? അല്ലെങ്കിൽ മാക്സിമം ഭാരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് പോൾസിലാണ്. അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. നമ്മൾ ഗുരുത്വാകർഷണ ബലം പഠിക്കുമ്പോൾ ഒരു കാര്യം പറയും, ഭൂമിയുടെ സർഫസിൽ നിന്നും ഒരു വസ്തു മുകളിലേക്ക് പോയാലും ഒരു വസ്തു താഴേക്ക് പോയാലും അതിന്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. വെയിറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഭൂമിയുടെ സർഫസിൽ നിന്നും ഒരു വസ്തു മുകളിലേക്ക് പോയാലും താഴേക്ക് വന്നാലും വെയിറ്റ് കുറയുന്നു. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടു, ഒരു വസ്തു ഭൂമിയുടെ പോൾസിലായിരുന്നപ്പോൾ ഒരു വെയിറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഭൂമധ്യരേഖയിലായപ്പോൾ മറ്റൊരു വെയിറ്റ് ആയിരുന്നു, ഭൂമിയുടെ കേന്ദ്രത്തിൽ മറ്റൊരു വെയിറ്റ് ആയിരുന്നു. അതായത് വെയിറ്റ് ഒരിക്കലും എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. വെയിറ്റ് എന്ന് പറയുന്ന സാധനം ഓരോ സ്ഥലം അനുസരിച്ചും എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വെയിറ്റിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. വെയിറ്റിന് നമുക്കൊരു ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ W is equal to mg എന്ന് എഴുതാം. W is equal to mg. M എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസ്, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ വെയിറ്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം അത് ഭൂമിയിലേക്കുള്ള ഡയറക്ഷനിലേക്കാണ് അതിന്റെ ഗ്രാവിറ്റേഷൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്.
ഈ പറയുന്ന വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ 1/6 വെയിറ്റ് ആയിരിക്കും നമുക്ക് ചന്ദ്രനിൽ പോയാൽ അനുഭവപ്പെടാൻ പറ്റുന്നത്. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമല്ല ചന്ദ്രനുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ 1/6 വെയിറ്റ് മാത്രമേ എവിടെ കാണുകയുള്ളൂ? ചന്ദ്രനിൽ കാണുകയുള്ളൂ. സോ ഇതാണ് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം. മാസ് ഒരു സ്കെലാർ ആണ്, എന്നാൽ വെയിറ്റ് ഒരു വെക്റ്റർ ആണ്. ഓക്കെ, താങ്ക് യു.